ഹലോ. ഫെബ്രുവരി 14, 15, 16 തീയതികളിൽ ഞങ്ങളുടെ വീടിന് മുന്നിലുള്ള കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൽ ഉത്സവമാണ് കേട്ടോ. മതസൗഹാർദ്ദത്തിൻ്റെയും ഒത്തൊരുമയുടെയും സന്തോഷത്തിൻ്റെയൊക്കെ നല്ലൊരു ആഘോഷം തന്നെയാണല്ലേ ഉത്സവം എന്ന് പറയുന്നത്. നാടും വീടും നാട്ടുകാരും ആൾക്കാരും എല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് അമ്പലം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം കുറച്ച് കൂടുതലാണ്. 12-ാം തീയതി വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് സ്റ്റേജ് ഉണ്ടാക്കാനുള്ള ആൾക്കാരും അതിൻ്റെ സാധനങ്ങളും എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയിരുന്നു കേട്ടോ അവരെത്തിയപ്പോഴത്തേക്ക്. പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ നല്ലൊരു സ്റ്റേജ് ഉയർന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലായിടത്തും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്പലത്തിലൊക്കെ എല്ലാം ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ 14-ാം തീയതിയിലത്തേക്ക് അന്നദാനമുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെല്ലാം അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാത്രിയിൽ. പിന്നെ അതിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം തകൃതിയായി നടക്കുന്നുണ്ട്. അവിടെ എല്ലാവരും കൂടിയിരുന്നിട്ട് എല്ലാവിധ പച്ചക്കറികളും അരിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, രാവിലെ അമ്പലത്തിൽ കൊടുക്കാനായിട്ട് എനിക്കും കുറച്ച് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ഒരു കൂവളമാലയും ഒരു കറുകമാലയും ഒരു നാരങ്ങ മാലയൊക്കെ കെട്ടി വെക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്ന് എൻ്റെ ജോലികളും ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉത്സവത്തിൻ്റെ വീഡിയോകളെല്ലാം പിന്നാലെ വരുന്നതായിരിക്കും. വീഡിയോകളെല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറന്നു പോകരുത് കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമുക്കൊരു ഭക്തിഗാനം കേട്ടുകൊണ്ട് ഇന്നത്തേക്ക് അവസാനിപ്പിച്ചാലോ? ഓക്കെ, ബൈ. शंकरा शंकरा शंकरा